നമസ്കാരം. നമസ്കാരം. ചേട്ടാ പേരെന്തായിരുന്നു? പേര് ബെന്നി കല്ലുങ്കൽ. ചേട്ടാ ഇപ്പോ ഈ മുനമ്പത്ത് BJP വിജയിച്ചതിന് ശേഷം നിങ്ങൾക്ക് കുടിവെള്ളത്തിന് വലിയ ക്ഷാമമുണ്ട് എന്നുള്ള ഒരു പരാതിയും പ്രതിഷേധവും ഒക്കെ ആയിട്ട് നിങ്ങളിപ്പോ നിലകൊള്ളുകയാണ്. എന്താണ് അതിന്റെ കാരണം? എന്താണ് യഥാർത്ഥത്തിൽ? അത് BJP-നോടുള്ള പകപോക്കലാണെന്നാണ് ഞങ്ങളുടെ വിചാരം. അത് ഇവിടെ BJP ഇവിടെ ജയിക്കൂലെന്നായിരുന്നു അവരുടെ വിചാരം. അതായത് ഒന്നാം പാർട്ടിൽ ഇതുവരെ BJP നിന്നിട്ടില്ല. ഇപ്പൊ ഒന്നാം പാർട്ടിൽ ആദ്യമായിട്ടാണ് BJP നിൽക്കുന്നത്. അവരിവിടെ ജയിക്കുകയും ചെയ്ത്. അപ്പൊ ആദ്യം ആ ഇലക്ഷന് മുമ്പ് അവര് ആ റോഡൊക്കെ കുത്തിപ്പൊളിച്ച് നല്ലവണ്ണം കടന്നു വെച്ചപ്പോ റോഡൊക്കെ കുത്തിപ്പൊളിച്ച് അവര് തന്നെയാണ് പഞ്ചായത്ത് തന്നെയാണ് വന്ന് കുത്തിപ്പൊളിച്ചത്. എന്നിട്ട് അത് അവരൊന്നും അറിഞ്ഞില്ലെന്നൊക്കെയാണ് അവര് പറയണത്. ഇപ്പൊ ഒരു ടാപ്പും വെച്ച് കൊടുത്ത അവിടെ ഒരൊറ്റ ടാപ്പ് ആ കുത്തിപ്പൊളിച്ച ആ പൈപ്പൊക്കെ അടച്ചും വെച്ചവര്. ഇപ്പൊ ആർക്കും വെള്ളം കിട്ടണില്ല. ചില ആൾക്കാർ അക്കരയിലൊക്കെ പോയാണ് ഓട്ടോ മറ്റേ പെട്ടി വണ്ടിക്ക് പോയി വെള്ളമാണ് കൊണ്ടുവന്നത്. ഇവിടെ ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷൻ ആയിരിക്കണം ഇപ്പൊ. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു പ്രതിസന്ധി നിങ്ങൾ അനുഭവിക്കുന്നത്? അതിപ്പോ വെള്ളം വരായിരുന്നിട്ട് ഇപ്പൊ ഇവര് തന്നെയല്ലേ ഈ പഞ്ചായത്ത് തന്നെയല്ലേ ഭരിക്കണത്. 30-35 വർഷമായിട്ട് ഈ പഞ്ചായത്ത് തന്നെയാണ്. അതായത് LDF-ന്റെ പഞ്ചായത്ത്. LDF ആണ് ഭരണത്തിലിരിക്കുന്നത് 35 വർഷമായിട്ടും. അവര് വെള്ളം വരാന്ന് 1.5 വർഷമായിട്ട്. ഇപ്പൊ ഇലക്ഷൻ അടുത്ത് കഴിഞ്ഞപ്പോ അവര് വന്ന് ആ റോഡൊക്കെ കുത്തിപ്പൊളിച്ച് വെള്ളം വരുത്താൻ നോക്കി. പക്ഷെ വെള്ളം വന്നില്ല. ഇപ്പോ ഇത് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രതിസന്ധിക്കുള്ള കാരണം BJP-യുടെ വിജയം തന്നെയാണോ? അതങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് BJP ഇവിടെ ഒട്ടും ജയിക്കൂലെന്നാണ് അവര് വിചാരിച്ചിരുന്നത്. അവരുടെ മുദ്രാവാക്യം തന്നെ അവര് ആരാണ്ട് ഏതവനാണ്ട BJP ഇവിടെ ജയിക്കൂലെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ ഒന്നാം പാർട്ടിയിൽ ഇതുവരെ BJP-യുടെ സ്ഥാനാർത്ഥി നിന്നിട്ടില്ല. ആദ്യമായിട്ടൊരു സ്ഥാനാർത്ഥി നിന്നിട്ട് ജയിച്ച്. ഞാൻ അന്ന് ആ വോട്ടിന്റെ ഇലക്ഷൻ കഴിഞ്ഞപ്പോ എന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞില്ലേ BJP ഇവിടെ ജയിക്കുമെന്ന്. ഇവിടെ പല ആൾക്കാരും ഇവിടെ BJP ജയിക്കൂലെന്നാണ് പറഞ്ഞത്. പക്ഷെ BJP ഇവിടെ ജയിച്ചില്ലേ, അതിന്റെ പകപോക്കലാണെന്നാണ് തോന്നുന്നത്. ഞാൻ അനുഭവിക്കട്ടെ എന്നാണ് അവർ വിചാരം. ഞങ്ങളുടെ ഈ ഭൂമിയാണെങ്കിലും അവർ എഴുതിയെടുത്തേക്കാണ്. അവരെല്ലാരും കൂടെ വട്ടം വിളഞ്ഞിരുന്ന് എഴുതിയെടുത്തിട്ട് ഞങ്ങൾ ഇപ്പോഴും ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ എഴുതിയെടുത്ത ആൾക്കാർ തന്നെ ഇവിടെ മറ്റേ ഭൂസമര സമിതി സമരം തുടങ്ങിയിട്ട് അവര് വന്ന് നിർത്തിച്ച്. എന്താ വെച്ചാൽ ഒരു ഇലക്ഷന്റെ ടൈമിന് വന്ന് അവർക്ക് നേട്ടം കിട്ടാൻ വേണ്ടി, അതായത് ഭൂമി എഴുതിയെടുത്തത് ഈ റവന്യൂ അധികാരികളല്ലേ, അവര് തന്നെ എഴുതിയെടുത്തിട്ട് വന്നിട്ടും അവര് തന്നെ വന്നു ഇവിടെ കൊണ്ടുവന്ന് വെള്ളം കൊടുത്തേക്കണം. അതാണ് പോപ്പ് വന്നിരുന്നാലും ഇവിടുത്തെ ഈ സമരം നടത്തിയാലും പോപ്പ് വന്നിരുന്ന് സമരം ചെയ്താലും ഇവിടെ പിണറായി തന്നെ വിചാരിക്കണമെന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് വന്ന് ഇവര് എല്ലാ രേഖകളും കിട്ടി ഈ പോക്കുവരവ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നോണയല്ലേ. ഇവര് വായ തുറന്ന നോണയല്ലേ പറയണത്. ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ല ഇവരെ പറ്റി. ഇപ്പോഴും ഞങ്ങൾക്ക് പോക്കുവരവൊന്നും ചെയ്യാൻ പറ്റണില്ലല്ലോ. ഇവര് പോക്ക് ചെയ്ത് ഇവിടുത്തെ പള്ളിയിൽ അച്ഛൻ വരാൻ പറഞ്ഞ് പോക്കുവരവ് ചെയ്തോ അത് ചെയ്തോ ഇത് ചെയ്തെന്നും പറഞ്ഞ് ഞങ്ങൾ അപ്പൊ തന്നെ വില്ലേജ് ചെന്നിട്ട് ഞങ്ങൾക്ക് ആർക്കും പോക്കുവരവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്റെയൊക്കെ ഭൂമി പോക്കുവരവ് ചെയ്തിട്ട് കുറെ വീടുകളിൽ പോക്കുവരവ് ചെയ്യാത്ത കുറെ വീടുകളുണ്ട്. അവരൊക്കെ ചെന്നിട്ട് അപ്പൊ തന്നെ നോണയല്ലേ ഇത്, വായ തുറന്ന നോണയല്ലേ ഇവര് പറയണത്. ഞങ്ങളെ ചതിച്ചോണ്ടിരിക്കല്ലേ ഇപ്പോഴും. ഞങ്ങൾ 3-4 കൊല്ലം ഇപ്പൊ ഞങ്ങളുടെ പട്ടയങ്ങളൊന്നും വെക്കാതെ ഞങ്ങൾ ഈ കഷ്ടത്തിൽ കിടക്കണം. ഈ പട്ടയം വെക്കണ പോട്ടെ, തുള്ളി വെള്ളം കുടിക്കാനായിട്ട് ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ പറ്റുമോ? അതല്ലേ പ്രശ്നം. ഇപ്പോ ഈ ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയോട് നിങ്ങൾ പരാതി അറിയിച്ചിട്ടില്ലേ? നിങ്ങളെ വാർഡ് മെമ്പറും നിങ്ങളും പരാതി അറിയിച്ചിട്ടില്ലേ? ആ സമരം നടത്തിയതല്ലേ ഈ ബില്ല്. ഞങ്ങളുടെ ഇവിടെ ജയിച്ചാലും അവിടെ 24-ാം വാർഡിലല്ലേ, 14-ാം വാർഡിൽ ജയിച്ച പുള്ളിയുടെ പേരെന്താണ്, സുനിൽ. അവര് രണ്ടുപേരും നിരാഹാരം എന്നാണ് ഒരു ദിവസം ഇവിടെ വെള്ളം പറഞ്ഞിട്ട്. ആ വാർഡിലും ഈ വാർഡിലും BJP-യുടെ മെമ്പർമാരെ അവിടെ നിരാഹാരം നടത്തിയിട്ട് ഇവര് അത് കഴിഞ്ഞിട്ട് ഇവര് വാട്ടർ അതോറിറ്റി പോയി ഇവര് സമരം ചെയ്യണ്. അതാണ് പറവൂര് വാട്ടർ അതോറിറ്റി പോയി ഇവര് സമരം ചെയ്യണ്. എന്താണ് ആൾക്കാരുടെ കണ്ണിൽ പൊടിയുണ്ടേ. അതായത് ഇവരല്ലേ ചെയ്യേണ്ടത് ഇതൊക്കെ. ഇവര് അതേപോലെ തന്നെ നമ്മുടെ MLA ഉണ്ണികൃഷ്ണൻ എന്ത് വികസനം ചെയ്തെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു പാലമുണ്ട് തെക്കുവശം, 3/4 ഭാഗമാക്കിയിട്ട് എത്ര കോടി രൂപ മുടക്കിയ പാലമാണ്. ഈ കടപ്പുറത്ത് നിന്ന് ആൾക്കാർക്ക് അങ്ങാടും ഇങ്ങാടും പോകാനുള്ള നല്ല മാർഗം, അതായത് ഇടക്ക് കിടക്കുന്ന ആൾക്കാർക്ക് പോകാനുള്ള നല്ല മാർഗമുള്ള ഒരു പാലമാണ്. അത് 3/4 ഇവര് തന്നെയല്ലേ ഭരിക്കണത്. ഇവരിപ്പോ 10 വർഷം ആകുമ്പോഴെന്നാണ് ഭരിക്കണത്. ആ പാലം ഇപ്പൊ എത്ര വർഷമാണ് ഇപ്പൊ ആ പാലം വന്നിട്ട്? ആ പാലം ഇവരുടെ ഭരണകാലത്താണ് ആ പാലം പണി തുടങ്ങിയത്. അതായത് ശർമ്മയിരുന്ന് MLA അയാള് തറക്കല്ലിട്ട് പണിത പാലമാണ്. ഇയാള് വന്നു കഴിഞ്ഞപ്പോ ആ പണി നിർത്തി. ഇപ്പൊ ഈ MLA ഉണ്ണികൃഷ്ണൻ വന്നപ്പോ ഈ പരിപാടി നിർത്തിക്കൊണ്ട് 3/4 ഭാഗം നിർത്തിയൊക്കെയാണ്. ഇത്രയും കോടി രൂപ മുടക്കിയിട്ട് ആ പാലം നശിച്ചു പോലെ കിടന്ന്. അപ്പൊ ഇത് വലിയ പ്രതിഷേധമാണ് നിങ്ങൾ എല്ലാവരും അല്ലേ? ഞങ്ങൾ പ്രതിഷേധത്തിലാണ്. ഇതിന് വേറെ സമരമുറകൾ ചെയ്യാന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നത്. അത് ഞങ്ങളുടെ മെമ്പർ പറയണതിനനുസരിച്ച് ഞങ്ങൾ നീങ്ങാന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ്. അമ്മച്ചി നമസ്കാരം. പേരെന്തായിരുന്നു? ലിച്ചി. ഇപ്പൊ ഈ ഒരു കുടിവെള്ള ക്ഷാമം അത് എത്രത്തോളം വലിയ രൂക്ഷമാണ് ഇവിടെ? വലിയൊരു രൂക്ഷമാണ് മോനെ. ഞങ്ങൾ ഈ അവസരമായ വാർദ്ധക്യത്തിലിരിക്കണ ഞങ്ങൾക്ക് വെള്ളം കിട്ടൂല എന്ന് വെച്ചാൽ എത്ര പ്രതിസന്ധികളാണ് ഞങ്ങൾ
വെള്ളമില്ല, ഞങ്ങൾക്ക് ഒരു പാലം ഉള്ളതില്ല. ഇനി ഇപ്പൊ ഇലക്ഷൻ വന്നു കഴിയുമ്പോ മാളത്തിൽ നിന്ന് പാമ്പ് ഇറങ്ങണമാരെ ഇവരിറങ്ങാൻ തുടങ്ങും, മാളത്തിൽ നിന്ന് ഇറങ്ങണമാരെ. അപ്പൊ അത് കഴിഞ്ഞാൽ മാളത്തിലോട്ട് കയറിയാൽ പിന്നെ ഇവരെ ഈ ദേശത്ത് കാണൂല. അപ്പൊ ഈ ഇവിടെയുള്ള പ്രവർത്തകരായാലും ഇവിടെ ഈ ഭരിക്കണ ആളായാലും എല്ലാവരും ഓടി ഞങ്ങളെ ഇപ്പൊ തന്നെ എല്ലാം ശരിയാക്കി തരാമെന്നും പറഞ്ഞു വരും. ഞങ്ങളെ ശരിയാക്കണത് ഇങ്ങനെയാണ്, ഈ കഷ്ടത്തിലാക്കിക്കൊണ്ട് ഒരു വെള്ളം പോലും ഇല്ലാത്ത വിധത്തിൽ ഒരു പാലമാണെങ്കിൽ ഇല്ല, ഒരു വികസനം ഇല്ല, ഒന്നുമില്ല. ഞങ്ങളുടെ വസ്തുവിനെയാണെങ്കിൽ ഒരു തീരുമാനവും ഇല്ല. എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഇവിടെ ഇത്തവണ BJP ആണല്ലോ ഇത്തവണ വിജയിച്ചത്. അപ്പൊ അതിനെതിരെയുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ പ്രതികാരമായിട്ട് തോന്നുന്നുണ്ടോ അവരുടെ ഈ ഒരു നടപടി? അങ്ങനെ ആയിരിക്കും അവരുടെ നടപടി. ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാത്രം രണ്ട് പാർട്ടിയല്ലേ ഉണ്ടായുള്ളൂ. ഇവര് തന്നെയാണ് ഞങ്ങളെ BJP ആക്കിയത്. ഞങ്ങളെ സഹായിക്കാൻ ആരും ഇല്ല. ഇത് വന്നു കഴിഞ്ഞപ്പോഴാണ് അവര് കടന്നു വന്നത്. ഇവര് മാറിക്കളഞ്ഞപ്പോഴല്ലേ അവര് കടന്നു വന്നത്. അപ്പൊ ഞങ്ങളെ സഹായിച്ചവരെ കൂടി നിൽക്കണ്ടേ? അതല്ലേ ഒരു മര്യാദ. ഒരു നീതി വേണ്ടേ? അപ്പൊ നീതിക്ക് വേണ്ടി ഞങ്ങൾ അങ്ങനെ നിലകൊള്ളണം. ഇപ്പോ നിരവധി സമരങ്ങളിൽ പങ്കെടുത്ത ഒരാളാണല്ലോ അമ്മച്ചി, പണ്ട് കാലം മുതലൊക്കെ തന്നെ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇനി വലിയ സമരമായിട്ട് മുന്നോട്ട് പോകാനാണോ തീരുമാനം? ഞങ്ങളുടെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ വലിയ സമരമായിട്ട് തന്നെ, ഭയങ്കര പ്രതിഷേധവും സമരമായിട്ട് തന്നെയാണ് ഞങ്ങള് പിന്നെ മുന്നോട്ട് പോകാൻ നിശ്ചയിച്ചേക്കണം. ഞങ്ങളിപ്പോ എല്ലാവരും അങ്ങനെ തന്നെ തീരുമാനിച്ചേക്കണം. ഇങ്ങനെ ഒരു കുടിവെള്ളത്തിന്റെ ഒരു പ്രതിസന്ധി മുൻകാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഇങ്ങനെ അനുഭവിച്ചിട്ടില്ല. ഇത്രയും പ്രതിസന്ധിയിൽ ഞങ്ങളായിട്ടില്ല. ഞങ്ങൾ കുളങ്ങൾ കുഴിച്ച് വെള്ളം എടുത്തിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. ഈ പൈപ്പ് വന്നതിന് ശേഷം ഇത്രയും ഒരു പ്രതിസന്ധി ഉണ്ടായേക്കണത് ഇപ്പോഴാണ്. അതിന് ഒരു പരിഹാരം അവർ ഇത്രയും കാലമായിട്ട് കാണുന്നില്ലല്ലേ? കണ്ടിട്ടില്ല, ഇതുവരെയും കണ്ടിട്ടില്ല. ഇന്ന് പോലും വാർദ്ധക്യത്തിലിരിക്കുന്ന ഞങ്ങള് വെള്ളത്തിന് വേണ്ടി ബക്കറ്റും കുടവും ഒക്കെ ആയിട്ട് നടക്കല്ലേ. എത്രത്തോളം നടക്കും? ഞങ്ങൾ വീണ് പോകൂലേ? വല്ലയിടത്തും വീണ് കിടന്ന് മരിക്കൂലേ? ഇതെന്ത് ഞങ്ങൾ പൈസ കെട്ടാഞ്ഞിട്ടാണ് ഞങ്ങൾ കാശ് കൊടുത്ത് വെള്ളം എടുത്തു കഴിഞ്ഞിട്ട് അവിടെ ഞങ്ങൾക്ക് വെള്ളം തരൂല്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകും. ശക്തമായിട്ടുള്ള പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകും. ചേട്ടാ നമസ്കാരം. ചേട്ടാ എന്റെ പേര് യോസി. ചേട്ടാ ഈ കുടിവെള്ള പ്രശ്നം ഈ മുനമ്പത്തെ ജനതയെ പൂർണ്ണമായിട്ടും ബാധിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ ഒരു കൊല്ലോളമായി ഈ പടിഞ്ഞാറ് ലൈനിൽ നിന്ന് ചാമ്പി എടുക്കുകയാണ്. അത് 1 മണി 2 മണിക്കൊക്കെ പോയാണ് ഈ പോയി ചാമ്പി എടുക്കണത്. ഈ ചാമ്പി ഇപ്പൊ എന്താ പറയട്ട് ഇത് ആശുപത്രിയിൽ പോയി കിടക്കേണ്ട ലക്ഷണമാണ് കാണുന്നത്. എന്താണെന്ന് പറയാമോ? ശരീരമൊക്കെ വേദന എടുക്കുകയാണ്. ഇത് പറഞ്ഞിട്ട് ഈ സമരം ഇവിടെ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഈ വടക്കോട്ടുള്ള അവർക്ക് വെള്ളം വിടാത്തത്. എന്തിനാണെന്ന് അറിയാമോ? ഈ വീട് വിറ്റ് ഇവിടുന്ന് ഉപേക്ഷിച്ച് പോട്ടെ എന്നുള്ള കണ്ടീഷനാണ് ഇപ്പൊ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവര്. ഈ വഖഫ് ബോർഡിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുന്ന നിങ്ങൾക്ക് അതിന് സമാനമായിട്ട് കുടിവെള്ളത്തിനും കൂടി സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടല്ലേ പൂർണ്ണമായിട്ടും? തീർച്ചയായിട്ടും. അങ്ങനെയുള്ള ഇതിപ്പോ കണ്ടുകൊണ്ടിരിക്കണത്. ഈ വെള്ളം എന്ന് പറഞ്ഞിട്ട് ഇവരോട് ഈ മറ്റേ വാട്ടർ അതോറിറ്റിക്കാരോട് പറയുമ്പോൾ അവര് പറയും ഞങ്ങൾ 18 ലക്ഷം രൂപ പാസ്സായിട്ടുണ്ട്, അപ്പൊ പൈപ്പ് ഇടാൻ പോണെന്ന് പറയും. അപ്പൊ അവര് ഇവരെ കുറ്റം പറയാണ്, പഞ്ചായത്തിനെ കുറ്റം പറയും, പഞ്ചായത്ത് മറ്റവരെ കുറ്റം പറയാണ്. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ളം ഒന്നിലെ വെള്ളം വിടണവര്. നേരത്തെ ഒക്കെ എന്താ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വെള്ളം നല്ല സ്പീഡിന് വന്നിരുന്നതാണ്. ഇപ്പൊ എന്ന് പറഞ്ഞിട്ട് ടാങ്കിയിൽ വരെ വീണില്ല. അത് ആ കണക്ഷനിൽ വന്ന ചാമ്പിയിട്ട് വരെ കിട്ടില്ല വെള്ളം. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവര് പറഞ്ഞാൽ ഞങ്ങൾ വെള്ളം വിടണമെന്നാണ് പറഞ്ഞത്.